അടിപൊളി ബ്രേക്ക്ഫാസ്റ്റായ പുട്ടും ചട്ടപ്പുട്ടും ബീഫ് റോസ്റ്റ് ഇതുമായിട്ടല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇതാദ്യം നിങ്ങളെ കഴിച്ച് കാണിച്ച് കൊതിപ്പിച്ചാലല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുള്ളൂ. അതിനുള്ള ടെക്നിക്കാട്ടോ ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. മസാലയും ബീഫ് റോസ്റ്റിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. കറക്റ്റ് പാകം. നല്ല പുട്ടുപൊടി ആയിരിക്കണം കേട്ടോ. നല്ല നാടൻ പുട്ടുപൊടി അല്ലെങ്കിൽ അരി വറുത്ത പൊടിയോ അതുമല്ലെങ്കിൽ നിറപറയുടെയോ ഒക്കെ ആവാം. നല്ല പുട്ടുപൊടിക്ക് തന്നെ ഇത് നല്ല രുചിയും കിട്ടുള്ളൂ. അല്ലാത്ത പുട്ടുപൊടിക്ക് നമുക്ക് രുചി കൂട്ടാനായിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പം റെസിപ്പി പിന്നാലെ വരുന്നുണ്ട്, കാണാൻ മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോഴും ഞാനിതൊക്കെ കഴിച്ചു തരട്ടെ. അടിപൊളി. ആരും എന്നെ തല്ലരുത്. ഇത് കണ്ട് കൊതിച്ചാൽ മതി. കാരണം എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നിങ്ങളെ പരമാവധി കൊതിപ്പിക്കുക. പരമാവധി കൊതിപ്പിച്ച് എവിടെ നിന്ന് കഴിക്കണം, ഏതൊക്കെ കഴിക്കണം എന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഏറ്റവും ഫ്ലേവർ ഇതാട്ടോ. കാരണം തേങ്ങ ഇടാം, തേങ്ങേൻ്റെ മണ്ടയിൽ ബീഫ് ഇടാം, ബീഫിൻ്റെ മണ്ടയിൽ പുട്ടുപൊടി ഇടാം. അപ്പോൾ കുഴലാണെങ്കിൽ നമുക്കിത് ലെയറായിട്ടുണ്ടാവും. ചട്ടപ്പെട്ടാകുമ്പോൾ നമുക്ക് ഒറ്റ വട്ടായിട്ട് ഇടാൻ പറ്റുള്ളൂ. ഹായ് വ്യൂവേഴ്സ്, അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ചിരട്ടപ്പുട്ട്. അപ്പം ചിരട്ടപ്പുട്ടും അടിപൊളി ബീഫ് റോസ്റ്റും. അപ്പം ചിരട്ടപ്പുട്ടിൽ ബീഫ് റോസ്റ്റ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും കാണാണ്ട് വാച്ച് ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. ഓരോരോ ടിപ്സ് ഉണ്ട്, നല്ല അടിപൊളി സാധനങ്ങളാണ്. എല്ലാം ഞാൻ തന്നെ പ്രിപ്പറേഷൻ ചെയ്യണം മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഗുഡ് മോർണിംഗ് പറയാണ്, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തിനാ ചുമ്മാ എല്ലാവരും കയറി വാച്ച് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ വ്യൂവേഴ്സും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ നല്ലൊരു താങ്ക്സും പറയുന്നുണ്ട്. കൂടെ തന്നെ നിങ്ങളൊക്കെ വാച്ച് ചെയ്യുന്ന കൂടുതൽ തന്നെ താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് ചട്ടപ്പുട്ടിലേക്ക് പോവാം. ബാക്കി നമുക്ക് അപ്പോൾ സംസാരിക്കാം. അപ്പോൾ ചീഞ്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മസാലകളൊക്കെ റെഡിയാക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ഇന്നത്തെ ബീഫ് റോസ്റ്റിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, 1 കഷ്ണം നാരങ്ങ നിർബന്ധമല്ല, പിന്നെ 2 ഉണക്കമുളക്, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കറുകപ്പട്ട, പിന്നെ കറിവേപ്പില, മല്ലിയില, 1 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് വഴറ്റാൻ ആവശ്യമായിട്ട് വേണം. പിന്നെ നമ്മൾ ബീഫ് ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ബീഫ് നൈറ്റിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ വേവിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വയ്ക്കുക, ഉപ്പിട്ടിട്ട് വേവിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ അത് റെഡിയായി. അതുപോലെ തന്നെ ഞാനിതാ നമ്മുടെ ചിരട്ടപ്പുട്ടല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിരട്ടപ്പുട്ടിന് ഇതൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഒരു ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ടും സെർവ് ചെയ്യാനും വിരുന്നുകാർ വരുമ്പോഴൊക്കെ. അപ്പോൾ അത് കുക്കറിൻ്റെ മുകളിലത്തെ വിസിലെടുത്ത് മാറ്റിയിട്ട് ഇതിനടിയിലൊരു ഹോള് കാണും. ഈ ഹോളിലേക്ക് അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല തിളച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ നന്നായിട്ട് ആവി വന്ന് അത് മേലേക്ക് വന്ന് വേഗം എല്ലാം 2 മിനിറ്റും കൊണ്ട് പുട്ട് റെഡിയായി കിട്ടും. ഒരു അര പാത്രമെങ്കിലും കുക്കറിൽ വെള്ളം വെക്കണം, ഇല്ലെങ്കിൽ കുക്കറിൽ വെള്ളം വേഗം വറ്റിപ്പോവും, കത്ത് പിടിക്കും, നമ്മളറിയില്ല. അപ്പോൾ പുട്ടിനുള്ള കുക്കറും ചിരട്ട പുട്ടിനുള്ള പാത്രവും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ
മസാലയ്ക്ക് വേണ്ടി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു കടായി. അപ്പോൾ നമുക്ക് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ ഞാൻ പുട്ടിന് വേണ്ടിയുള്ള തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് പൊടി നനച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പുട്ടുപൊടി നനച്ച് വയ്ക്കുക. ഏത് പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല, ഗോതമ്പ് പുട്ടായാലും കുഴപ്പമില്ല, എല്ലാം നല്ല രുചി തന്നെയായിരിക്കും തരുന്നത്. അപ്പോൾ നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലൊരു രുചി തരും. അപ്പോൾ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചൂടായി വരട്ടെ. അപ്പോൾ മസാല റെഡി ആക്കിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. ഞാൻ ഓൾറെഡി പുട്ട് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഉണ്ടോ? ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. ഇനി നമുക്കിത് ബീഫ് റോസ്റ്റ് വെച്ചിട്ട് ചെയ്യണ്ടേ, അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ അതാ കടായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കൂടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കറുകപ്പട്ട, പിന്നെ കൂടെ ഈ പെരിഞ്ചീരകം. ഈ പെരിഞ്ചീരകം ഇതിൽ എന്തിനാ ഇട്ട് കൊടുക്കണം, പൊടിക്കാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ബീഫൊക്കെ കടിക്കുമ്പോൾ ഇടയ്ക്ക് ഈ പെരിഞ്ചീരകം നമുക്ക് ഒന്ന് കടിക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ, നമുക്കൊരു പ്രത്യേക രുചി തരും. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പോരാത്ത പെരിഞ്ചീരകം പൊടിച്ചിട്ടാലും നല്ല രുചിയായിരിക്കും. അപ്പോൾ അതൊന്ന് മൂക്കട്ടെ ചെറുതായിട്ട്. വരുന്നുണ്ട്. മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി എന്താ ഇട്ട് കൊടുക്കണ്ടേ, നമ്മൾ ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഉണക്കമുളക് ഇട്ട് കൊടുത്തു, കൂടെ തന്നെ പച്ചമുളക്. പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇതിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, അതൊക്കെ ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട്. പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ബീഫിനുള്ള സാധനങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളി മുക്കാനുള്ള ടിപ്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു ടിപ്സ്. അതെന്താണല്ലേ, ഉപ്പ്. അപ്പോൾ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. മസാലകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കേണ്ട കാലത്ത് തന്നെ പുട്ടും ബീഫ് റോസ്റ്റും. ശരിക്കും മിക്ക നാടുകളിലും മിക്ക സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നോൺ വെജ് ഇല്ലാതെ ആർക്കും പറ്റില്ല അല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം എല്ലാവരുടെയും പണ്ടൊക്കെ നമ്മൾ രാവിലെ ഒന്നും നോൺ വെജ് ഒന്നും കഴിക്കില്ല. നമ്മൾ കുളിച്ച് അമ്പലത്തിൽ പോയി അതല്ലെങ്കിൽ കുളിച്ച് ഉച്ചയ്ക്കൊക്കെ ശേഷമാണ് നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാ വീടുകളിലും കാലത്ത് തന്നെ ചിക്കനായിട്ടും മീനായിട്ടും ബീഫായിട്ടും മട്ടനായിട്ടൊക്കെ എല്ലാവരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടി ഉൾപ്പെടുത്തി തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളങ്ങനെ ബീഫും മട്ടനും ചിക്കനൊക്കെ കഴിച്ച് ഫുൾ ടൈം ഇരുന്നാൽ മാത്രമല്ലോ, കൂടാതെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വർക്കൗട്ടും കിട്ടണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യാൻ, അതായത് എക്സസൈസ് ചെയ്യാനുള്ള മടിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഒരു നേരത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നൈറ്റിലെ ഫുഡ് അവോയ്ഡ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഫുള്ളും ഡെയിലി കഴിച്ച ഫുഡിൻ്റെയൊക്കെ അത്യാവശ്യം കാലറിയൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പം നൈറ്റിൽ ഫുഡ് അവോയ്ഡ് ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആരോഗ്യം നമുക്ക് നിയന്ത്രിച്ച് പോകാനും കഴിയും, രോഗങ്ങളെയൊക്കെ നിയന്ത്രിച്ച്. അപ്പോൾ അത് മൂത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ആ ഫുഡ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് അത് ശരീരത്തിന് നമുക്ക് കേടുവരാതെയൊക്കെ നമുക്ക് അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണ്ടേ. അപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇത് കൊടുത്തോണ്ട് ഒരു കേടുമില്ല, പക്ഷെ കൊടുക്കാം, എല്ലാവർക്കും കഴിക്കാം. ബീഫൊക്കെ വേവിക്കുമ്പോൾ നല്ല വെള്ളത്തിൽ വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളയുകയാണെങ്കിൽ അതിൽ പരമാവധി ഒരു 50-60% അതിൻ്റെ കൊഴുപ്പ് പോയി കിട്ടും. എന്നിട്ട് ടോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കറിയൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് കൊഴുപ്പ് ശരീരത്തിലേക്ക് കിട്ടില്ല. കുറച്ച് ആ കൊഴുപ്പൊക്കെ പോകുമ്പോൾ കുറച്ചൊരു ഇച്ചിരി രുചിക്കുറവൊക്കെ വരും, എന്നാലും കുഴപ്പമൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് നന്നായി കഴിക്കാമല്ലോ. അപ്പോൾ
റോസ്റ്റിനുള്ള ഉള്ളി വാടി കഴിഞ്ഞു. ഞാൻ ഇത്രയൊക്കെ വാട്ടുന്നുള്ളൂ, ഒരുപാട് വാട്ടുന്നില്ല. പിന്നെ നമുക്കിതാ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ബീഫൊക്കെ വേവിച്ച് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ആവശ്യമുള്ള മസാലകൾ ഇടാം. മസാലകൾ റെഡി. അപ്പോൾ കുറച്ച് നേരം എല്ലാം ഇട്ട് വേവിച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ഒരു കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സവാളയിലിട്ടൊന്ന് മൂക്കണം കേട്ടോ. കാരണം മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ നിങ്ങൾ എല്ലാ മസാലകളും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം അവിടെ തന്നെ നിൽക്കും. പക്ഷേ ഈ മഞ്ഞൾപ്പൊടി മസാലയിലും ഈ ഉള്ളിയും സവാളയിലൊക്കെ കൂടി പച്ചമുളകിലൊക്കെ കൂടി ഒന്ന് സെറ്റായി കിട്ടുമ്പോൾ ആ പച്ചമണം പോയിട്ട് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു മൂത്തു. ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി റോസ്റ്റ് അല്ലേ, അപ്പോൾ അത്യാവശ്യം മഞ്ഞൾപ്പൊടിയൊക്കെ വേണം. മല്ലിപ്പൊടിയൊക്കെ വേണം. അപ്പോൾ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതൊന്ന് നോക്കൂ. കൂടെ തന്നെ 1-2 സ്പൂണ് മുളക് പൊടി. സ്പൈസി ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടാം, കുറവുള്ളവർക്ക് കുറയ്ക്കാം. പിന്നെ നോൺ വെജൊക്കെ അത്യാവശ്യം എരിവില്ലാതെ കഴിക്കാൻ എന്താ ടേസ്റ്റ് അല്ലേ? അത് അത്യാവശ്യം ടേസ്റ്റ് ആയിട്ടുണ്ട്. മൂത്തിട്ടുണ്ടല്ല. അപ്പോൾ മൂത്ത് റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കണം. ഞാൻ 1 സ്പൂണും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുക, കാരണം എനിക്കിത് അത്രയ്ക്ക് തൃപ്തിയായില്ല. അപ്പോൾ 1 സ്പൂണും കൂടി മുളക് പൊടി ഇട്ടെടുത്തു. കൂടെ തന്നെ നമുക്ക് ഗരം മസാല, ഞാൻ അന്ന് പൊടിച്ച് വെച്ച ഗരം മസാലയാണ്. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിച്ച് ഗരം മസാല ആഡ് ചെയ്യാം, അതും ടേസ്റ്റ് കുറവൊന്നുമില്ല. അപ്പോൾ ഗരം മസാല ഞാനൊരു വലിയ സ്പൂണ് ഇട്ട് കൊടുക്കും. അതിട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിടാം. ആ പെരുംജീരകവും കുരുമുളകും ഒക്കെ ഒന്ന് ഇങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോണ്ടല്ലോ, കുരുമുളകൊന്നും ഒരിക്കലും പൊടിച്ച് ചേർക്കരുത് കേട്ടല്ലോ, അങ്ങനെ ക്രഷ് ചെയ്തിട്ട് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഇതൊക്കെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് ഇത് ക്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോഴാണ് ആ കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പൊടിച്ച് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് വരും, കുരുമുളകിന് എപ്പോഴും ഒരു കയ്പ്പ് വരും. പിന്നെ ഫ്രഷായി പൊടിച്ചിടുമ്പോൾ കുഴപ്പമില്ല. അപ്പം അതുമൊക്കെ ഇനി നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. അപ്പം ഞാൻ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള, ഇപ്പോൾ ഇത് 1 കിലോ ബീഫുണ്ട്, ഞാൻ അതിൽ നിന്ന് 1/2 കിലോ എടുക്കുന്നുള്ളൂ. കാരണം കണ്ടമാനം നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്കത് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. എത്ര എടുത്തു ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ വേവിച്ച് വെച്ച ബീഫിൻ്റെ ഈ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ റോസ്റ്റിൽ ആ മസാല എല്ലാം കൂടി ഈ വെള്ളത്തിൽ കിടന്നിട്ട്, പിന്നെ ബീഫ് വേവിച്ച വെള്ളമാണല്ലോ, അപ്പോൾ അതെല്ലാം കൂടി നല്ല സെറ്റായിട്ട് മസാലയൊക്കെ പിടിച്ച് നമുക്ക് നല്ലൊരു റോസ്റ്റായിട്ട് കിട്ടും. ഇതിൽ കൂടെ തേങ്ങാക്കൊത്തോ കൂർക്കയോ കപ്പയോ പച്ചക്കായോ ഒക്കെ ചേർക്കാം. പിന്നെ പുട്ടിനാകുമ്പോൾ നമുക്കത് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല, ചോറിനൊക്കെ കഴിക്കാനാണ് നല്ലത്. അപ്പോൾ പുട്ടിന് നമുക്ക് ഇത്രയും മതി. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് നന്നായി തിളച്ച് ഒന്ന് കുറുകി റോസ്റ്റാക്കി എടുക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് അവിടെ ഇരുന്നിട്ട് സെറ്റായിട്ടൊന്ന് വേവിച്ച് ആ ചാറൊക്കെ മസാലയിലൊക്കെ പിടിച്ച് ഇറച്ചിയിലൊക്കെ പിടിച്ചിട്ടൊന്ന് കുറുകി വരട്ടെ.
അല്ലെങ്കിൽ നമുക്കൊന്ന് അടച്ചേക്കാം. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇതാ ഏതാണ്ട് റെഡിയായി. കണ്ടോ, ആ വെള്ളമൊക്കെ വറ്റി കുറുകി നല്ല. അപ്പം നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്താ മണം! അയൽപക്കത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വിചാരിക്കണ്ടായിരുന്നു മോർണിംഗ് തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. പക്ഷെ എന്തോ കുഴപ്പമെന്നറിയാം, അപ്പുറത്ത് ആൻറ്റി വരും കുറച്ച് കഴിയുമ്പോൾ. നല്ല മണം വന്ന് എന്താ ഉണ്ടാക്കിയത് സ്പെഷ്യലി എനിക്കും വേണമെന്ന് പറയും. അല്ല മട്ടൻ്റെ മണം വന്നു എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒളിപ്പിച്ച് വെക്കേണ്ട ഗതികളാണ്. കാരണം മഹാരാഷ്ട്ര അല്ലേ, മുംബൈ അല്ലേ, ഇവിടെ ആരും ബീഫ് കഴിക്കില്ല. കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ 7 പ്രദേശത്തേക്ക് അടുപ്പിക്കും കൂടിയില്ല. അപ്പം ഇത് ഉണ്ടാക്കുന്ന ദിവസം ഇതുപോലെ മോർണിംഗിലൊക്കെ ഉണ്ടാക്കേണ്ടി വരും. എന്താ വെച്ചാൽ അവർ കാണാതെ അല്ലെങ്കിൽ അവർ വരാത്ത ടൈമൊക്കെ നോക്കി ഉണ്ടാക്കേണ്ടി വരും. ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടില്ലേ. അപ്പോൾ നോട പറയാനും പറ്റില്ല. കാരണം ബീഫ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയാൻ പറ്റില്ല. ആൻറ്റി വന്നിട്ട് ചിലപ്പോൾ തുറന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ടെൻഷനാവും. അപ്പോൾ വേഗം ഞാനിതെല്ലാം ട്രോളിൻ്റെ ഉള്ളിൽ എടുത്ത് വയ്ക്കും. കാരണം അത് വന്ന് ഇങ്ങനെ കണ്ടിട്ട് ചോദിക്കുമ്പോൾ നമുക്കിത് എന്താണെന്ന് പറയാനും പറ്റില്ല. എന്താ അത് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് കൊടുത്ത് അവരെ പറ്റിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ പറയുന്ന പോലെ മേടിക്കുന്നതിന് അപൂർവമായിട്ടാണ് മേടിക്കുക. പിന്നെ മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചില തരികടകളൊക്കെ ഒപ്പിച്ചിട്ടിരിക്കണം. അല്ലെങ്കിൽ എന്താണെന്നറിയാം, മുംബൈയാണ് മോളെ, മുംബൈ. എന്നുവെച്ചാൽ ഇവിടെ കഴിക്കാണ്ടൊന്നുമില്ല കേട്ടോ. ഇഷ്ടംപോലെ മലയാളീസ് എല്ലാവരും കഴിക്കുന്നുണ്ട്. കഴിക്കുന്നതൊക്കെ മിക്കവർക്കും അറിയൊക്കെ ചെയ്യാം. എന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കണ്ട. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അല്ല കാണാനും കളറൊക്കെ എന്ത് ഭംഗിയല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില അതൊന്നും ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല. കുറച്ച് നാരങ്ങ നീരും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. മുഴുവനും വേണ്ട, കുറച്ച് മതി. കുരുവൊക്കെ ഒന്നൊക്കെ പെട്ടോട്ടെ, എന്താ കുഴപ്പം. അപ്പോൾ അതാ ബീഫ് റോസ്റ്റ് റെഡിയായി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ. അതുപോലെ ആ മസാലയൊക്കെ അരി പറിച്ചിലൊക്കെ നന്നായി പിടിച്ചാൽ നല്ല രുചിയായിരിക്കും ഇറച്ചി കഴിക്കാനായിട്ട്. ഒന്ന് പിടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാൻ നമുക്ക് പുട്ട് റെഡിയാക്കാം. പുട്ട് അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പുട്ടിലേക്കുള്ള പരിപാടിക്ക് പോകാം. നമുക്ക് മാറ്റി വയ്ക്കാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. അതുവരെ ഇതിൻ്റെ ടയർ വേണം. എന്നിട്ട് നമ്മൾ കുക്കറിന് അടച്ചു വെക്കണ തന്നെ അടച്ചു വെക്കണം. വിസിൽ ഊരി മാറ്റുക. ഇതിലേക്കൂടെ നല്ല ആവി വരും. അപ്പം നമുക്ക് പുട്ടിൻ്റെ പരിപാടിക്ക് എന്താ ചെയ്യാം, ക്യാമറ സെറ്റ് ചെയ്യാൻ തന്നെ നല്ലൊരു പണിയാണ്. അപ്പം നമുക്ക് തേങ്ങ എടുക്കാം. അതുപോലെ പുട്ടുപൊടി, പിന്നെ നമ്മുടെ ചട്ടപ്പുട്ട്. ഇതിനൊക്കെ പുറമെ നമ്മുടെ ബീഫ് റോസ്റ്റും കൂടി വേണ്ടേ. അപ്പോൾ ഞാനൊരു പണി ചെയ്യാം. തൽക്കാലം ഞാനിത് ഷിഫ്റ്റ് ചെയ്യാം. കാരണം നിങ്ങളെ കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ ബീഫ് റോസ്റ്റ് ഇരിക്കട്ടെ. ഈ പുട്ടിലേക്ക്, ഈ ചട്ടപ്പുട്ടിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി. ഞാൻ ഇത്രയും പുട്ടുപൊടി എടുക്കുന്നുള്ളൂ. ഒരു 3/4 ഭാഗം പുട്ടുപൊടി എടുത്തിട്ട് കൊടുത്തു. ഇനി നമ്മുടെ ബീഫ് റോസ്റ്റ് ഇട്ടുണ്ടേ. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ആവശ്യത്തിനുള്ളത് ഇതിൻ്റെ മണ്ടയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ബീഫ് റോസ്റ്റൊക്കെ ഇങ്ങനെ വെച്ച് ഇത് ആവി കയറ്റുമ്പോണ്ടല്ലോ, ഈ ബീഫിൻ്റെ ഫ്ലേവർ, മസാലയുടെ ഫ്ലേവറൊക്കെ പുട്ടിൻ്റെ പൊടിയിലേക്ക് ഇങ്ങോട്ട് പിടിക്കും. അപ്പോൾ നല്ല രുചിയായിരിക്കും. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണേക്കാട്ടും രുചിയായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും നോക്കണം കേട്ടോ. നമുക്ക് മറ്റേ കുറ്റിപ്പുട്ട് ഉണ്ടാക്കുന്ന കുഴലൊക്കെ ഉണ്ടല്ലോ, അതിലും ഇതുപോലെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഹോളിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്തു ഇതിൻ്റെ മൂടി വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം.
2 മിനിറ്റ് മതി. കാരണം പുട്ടൊക്കെ വറുത്ത അരിപ്പൊടിയല്ലേ, അപ്പം നമുക്ക് വേഗം പുട്ട് റെഡിയാവുമല്ലോ. 2 മിനിറ്റ് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളൂ, അപ്പം വേഗം വേഗം ആവും. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പുട്ടിനെ. കുറേ സ്റ്റോറികളൊക്കെ ഉണ്ട്. എന്തോരം പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടാവും അല്ലേ? അതുപോലെ പണ്ടെനിക്കൊരു അബദ്ധം പറ്റി. പുട്ടുകുറ്റിയിൽ പുട്ട് നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലോണം അമർത്തി വെച്ചിട്ട് പുട്ട് മാവ് നിറച്ചു. ഒരാവി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് റോക്കറ്റ് പോണ പോലെ ഒറ്റ പോക്ക് പുട്ട് മുകളിൽ പോയിട്ട് താഴേക്ക് ചെതറി വീണ് അടുക്കള മൊത്തം പോണം. ആദ്യമായിട്ട് പുട്ടുണ്ടാക്കിയാൽ നോക്കണേ, അത് വേറെ കാര്യം. നല്ല രക്ഷയുണ്ടോ? അമ്മ വരും, അമ്മ കാണും, തല്ലുമ്പോഴും ഇല്ലെങ്കിൽ ചീത്ത കേൾക്കും. ഈ ടെൻഷൻ പോരാത്തിന് പുട്ടും പൊടിയല്ലേ എങ്ങനെ വൃത്തിയാക്കാൻ പറ്റും, എത്ര നേരം എടുത്താലും അതൊന്ന് ക്ലീൻ ആക്കാൻ പറ്റുക. പോരാത്തിന് ഇങ്ങനത്തെ അടുക്കളയൊന്നുമല്ലല്ലോ, നാട്ടിൻപുറത്തെ അടുക്കളയല്ലേ. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഈ പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് ഇടാൻ പാടുള്ളൂന്നും അതിനെ ഒരിക്കലും തട്ടിക്കൊടുക്കാനോ അമർത്താനോ പാടില്ല എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ എത്ര റോക്കറ്റ് ഞാൻ വിട്ടായിരുന്നു. അങ്ങനത്തെ കുറെ സ്റ്റോറികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പുട്ട് റെഡി ആയി നോക്കാം. പുട്ടൊക്കെ റെഡിയായി, നല്ല മണം വന്നു. അത് നമ്മുടെ സെക്കൻഡ് പുട്ടും റെഡിയായി. അപ്പൊ അതും കൂടി ഞാനിതിലേക്ക്, ഇതാണ് കുഴപ്പം. അപ്പം അതും റെഡിയായി, സെക്കൻഡ് പുട്ടും റെഡിയായി. കണ്ടോ? അപ്പോൾ ഇത്രയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഒരെണ്ണം കൂടി വെക്കാം അല്ലേ? അപ്പോൾ പുട്ടും ബീഫും ഇതിൻ്റെ കൂടെ നമുക്കൊരു സുലൈമാനി വേണ്ടേ? കട്ടൻ ചായ, കട്ടനും പുട്ടും. അപ്പോൾ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഈ കട്ടൻ ചായയിൽ കൂടെ ഒരു കഷ്ണം ഏലക്കായോ ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുണ്ടല്ലോ, നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പം കട്ടൻ ചായക്ക് ഞാൻ വേണ്ട പഞ്ചസാരയും ഇട്ട് കൊടുത്തു, ചായപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു കഷ്ണം ഏലക്കായ 1 or 2 എടുത്തിട്ട് ഒന്ന് ചതക്കി അല്ലെങ്കിൽ ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കാം. ഏലക്കായനൊക്കെ നുള്ളി ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞില്ല, പണിയില്ല. അപ്പോൾ നമ്മുടെ സുലൈമാനി റെഡി. അപ്പം അതവിടെ റെഡി ആവട്ടെ. അപ്പം അടുത്തൊരു സ്റ്റെപ്പ് പുട്ടും കൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. 4ാമത്തെ പുട്ടും റെഡി. ഇതിൽ ഞാൻ വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ബീഫ് റോസ്റ്റ് തേങ്ങ ചിരണ്ടിയത് അതിട്ടു, അതിൻ്റെ മുകളിൽ ബീഫ് റോസ്റ്റ് ഇട്ടു, ഇതിൻ്റെ മുകളിൽ ഞാൻ പുട്ടുപൊടി ഇട്ടു. ഇതും എങ്ങനെയുണ്ട് നോക്കാം, ഏതാ നല്ല ഫ്ലേവർ തരും നമുക്ക് നോക്കാം. അതെങ്ങനെ ഇരിക്കും? ഗംഭീരം. അപ്പം നമ്മുടേത് നോക്കിയേ, കണ്ട് ഞാൻ ബർഗർ വെച്ച പോലെ ഉണ്ടല്ലേ. നമ്മുടെ ബീഫ് റോസ്റ്റും പുട്ടും, അതായത് ചിരട്ടപ്പുട്ടും. ഇത് ഞാൻ ഒരു റോസ്റ്റും ഇടാത്ത പുട്ട്. ഇത് ഞാൻ അരിപ്പൊടീൻ്റെ ബീഫിൻ്റെ മണ്ടയ്ക്ക് അരിപ്പൊടി ഇട്ടിട്ട് പുട്ട്. ഇത് അരിപ്പൊടീൻ്റെ മണ്ടയിൽ ബീഫ് ഇട്ട പുട്ട്. അപ്പം 4 തരം പുട്ട്, എല്ലാം ഒന്ന് തന്നെ. അപ്പം എവിടുന്ന് തുടങ്ങണമെന്നറിയില്ല. കൂട്ടത്തിൽ നമ്മുടെ സുലൈമാനി അല്ലേ, കട്ടനും പുട്ടും, പുട്ടും കട്ടനും. അപ്പോൾ നല്ല അടിപൊളി കട്ടൻ ചായ. അത് ഇത് തന്നെ ടേസ്റ്റ് ചെയ്യാം. ഏലക്കായ കിട്ടാൻ നല്ല അടിപൊളി. അപ്പം ടേസ്റ്റ് നോക്കണ്ടേ? എവിടുന്ന് ടേസ്റ്റ് നോക്കും? ആദ്യം ടേസ്റ്റ് നോക്കും. ഭയങ്കര കൺഫ്യൂഷനായി പോയല്ലോ. നമുക്ക് ഇത് തന്നെ ആദ്യം നോക്കാം. ചൂടായിട്ടൊന്നും പറയാൻ പറ്റില്ല. നന്നായിട്ടുണ്ട്. നമുക്ക് അടുത്ത പുട്ട് നോക്കാം. മസാലയൊക്കെ
ഇപ്പം എനിക്ക് ടെക്നിക്ക് പിടികിട്ടി. ശരിക്കും ബീഫിൻ്റെ മണ്ടയിൽ പുട്ടുപൊടി ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും ഫ്ലേവർ കേട്ടോ. ഒന്നും ഫ്ലേവർ ഇല്ലാന്നല്ല, കാരണം ഇതിൻ്റെ മസാലയൊക്കെ പുട്ടിൻ്റെ അടി ഇറങ്ങി വരുന്നുണ്ട്, അതും രസമുണ്ട്. പക്ഷെ ഒന്നും കൂടി രുചി ഫ്ലേവറെല്ലാം ഇത് ചെയ്യുമ്പോഴാണ്. അപ്പം എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കി വെക്കണം, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ആർക്കും ഇഷ്ടപ്പെടാണ്ട് വരില്ല. അങ്ങനെ അത്ര അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ചിരട്ടപ്പുട്ടും ബീഫ് റോസ്റ്റും കൂടി. ഇതിന് എന്ത് പേരിട്ട് വിളിക്കുന്ന പോലെ എനിക്കറിയില്ല, എന്തായാലും എൻ്റെ തലയിൽ ഉദിച്ചൊരു ഐഡിയ ആണ്. അപ്പം ഞാൻ വീണ്ടും അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ ഡിന്നറായിട്ട് ഞാൻ വീണ്ടും വരും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ തരികള പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതുപോലത്തെ പരിപാടികൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഉടനടി എൻ്റെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാം. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ തരികളുടെ പരിപാടികളൊക്കെ ആയിട്ട് വരും. കുറച്ച് ടൈം പാസ്സൊക്കെ ആയിട്ട് നമുക്ക് തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോരോ ഫുഡ് റെഡിയാക്കാം. സമയമില്ലാത്തവർ ഓടിച്ചിട്ട് കണ്ടു. പക്ഷെ ടിപ്സ് എല്ലാം കുറച്ച് ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യണം. അപ്പോൾ അടുത്ത വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ. അപ്പം ഞങ്ങളുടെ കട്ടനും പുട്ടും കഴിക്കട്ടെ. കട്ടനും പുട്ടും കണ്ടില്ലേ, ഗംഭീരം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എവിടെ നിന്ന് കാണുന്നതല്ല, പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ, ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാനൊരു പരുവാകും.